Hello, welcome to our channel, The Wheel of Fortune 7/7 Tarot. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. Divine, please guide me. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? Divine, please guide me. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, എംപ്രസ്. ഓക്കെ, എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. Then 2 of Wands. Clarity, please give me Divine. Universe, please guide me. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്? ഓക്കെ, അവർക്കുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, 2 of Pentacles. But here is 2 of Pentacles. Oh God. Ace of Swords. ഒരു കാർഡ് താഴെ പോയിട്ടുണ്ടായിരുന്നു. 3 of Cups. ഓക്കെ, ഓക്കെ, 7 of Wands. Nine of Cups. Hierophant. Ace of Cups. Fool. Five of Swords and bottom of the deck 5 of Cups. Okay. ഇവിടെ സൈൻസ് പറയുമ്പോൾ എയർ സൈൻ, Gemini, Libra and Aquarius, water sign, Cancer, Scorpio, Pisces, Aries, Leo and Sagittarius, fire sign, Taurus, Virgo and Capricorn, earth sign. കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് ഫയർ സൈൻ ആണ്. ഫയറും വാട്ടർ കോമ്പിനേഷൻ. മേ ബി നിങ്ങളുടെ പേഴ്സണും ഫയർ സൈൻ ആയിരിക്കാം, ഫയർ ടു ഫയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫയർ പ്ലസ് വാട്ടർ ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പ്ലസ് എയർ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ പ്ലസ് എർത്ത് കോമ്പിനേഷൻ ആയിരിക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് പറയുമ്പോൾ നമ്പേഴ്സിൽ വരുന്നുള്ളത് 2 ഇമ്പോർട്ടൻ്റ് ആണ്, 3 ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇമ്പോർട്ടൻ്റ് ആണ്, 6 ഇമ്പോർട്ടൻ്റ് ആണ്, 9 ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ 7 ഇമ്പോർട്ടൻ്റ് ആണ്.
333 മേ ബി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. 5 ഇമ്പോർട്ടൻ്റ് ആണ്. 555 കാണുന്നുണ്ടാവാം. സോ അതുപോലെ തന്നെ 999 നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആണ്, മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കണക്ഷൻ എനർജീസ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ്ലി ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജീസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. മേ ബി തേർഡ് പാർട്ടി ഇവർക്കുള്ള ഓപ്ഷൻസ് ആയിരിക്കാം. ഇവരുടെ ലൈഫിൽ ജസ്റ്റ് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ജസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ പേഴ്സൺസ് ഒക്കെ കാണുമായിരിക്കും. മേ ബി ഇയാൾ ഫ്ലേട്ടിങ്ങിൻ്റെ എനർജിയൊക്കെ ആയിരിക്കാം. ബട്ട് ഇവിടെ അതാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡിങ് ആവാനായിട്ടുള്ള റീസൺ ആയിട്ടുള്ളത്. ചിലർക്കൊക്കെ ഇവിടെ ഫ്രണ്ട്സാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ടുണ്ട്. അതൊരു റീസണാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ എനർജി എംപ്രസ് ആയിട്ടാണുള്ളത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. നൗ നിങ്ങൾ ഒത്തിരിയധികം സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും സ്ട്രഗിൾ ചെയ്തു കൊള്ളാൻ വയ്യ ഈ ഒരു കണക്ഷനിൽ. ഇതാണ് കറൻറ്റ് സിറ്റുവേഷൻ. ബട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അയാൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ. ഇവിടെ ചിലർക്കൊക്കെ മദർ ഇഷ്യൂസ് ഉണ്ട്, ഫാമിലിയാണ് ഇഷ്യൂസ് ആയിട്ടുള്ളത്. മേ ബി മാരീഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ വൈഫായിരിക്കാം ഇഷ്യൂ ആയിട്ടുള്ളത്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയാണ് ഇഷ്യൂസ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ഫാക്ടറാണ്, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്. ഇവർക്ക് നാട്ടിലൊരു നെയിം ഫെയിം ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പബ്ലിസിറ്റി വളരെയധികം, നെയിം ഫെയിം ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറൊരു കൾച്ചറിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവിടെ നിങ്ങളെ കൊണ്ടുചെല്ലുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മേ ബി അതായിരിക്കാം ഇവിടെ ഒരു സെപ്പറേഷൻ ആയിട്ടുള്ളത്. ഇനി ഇവിടെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു വ്യക്തിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഭയങ്കരമായിട്ടും റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇയാൾ എന്താണോ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതിന് ഇയാൾ റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെയും തേർഡ് പാർട്ടീനെയും കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളെ ഒരുപോലെ തുലനം ചെയ്യാൻ ശ്രമിച്ചതിന് ഇയാൾ റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ഒരിക്കലും ഇപ്പം എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇയാൾക്ക് തേർഡ് പാർട്ടിയെ കഴിഞ്ഞും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടാണുള്ളത്. ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട് ഈ ഒരു കണക്ഷനിൽ വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട്. ബട്ട് ഇയാൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് മാത്രം ഉണ്ടെങ്കിലേ കണക്ഷൻസ് നന്നായി പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലെങ്കിൽ കണക്ഷൻസിൽ ഒരിക്കലും ഒരു ഹോപ്പ് ഉണ്ടാവില്ല. ഇവിടെ വേറൊരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഒരു കണക്ഷനിൽ പലപ്പോഴും ഒരു ഇമ്മച്വർ എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മേ ബി ആ ഒരു എനർജിയും ഇവിടെ ചിലരുടെ റിലേഷൻഷിപ്പിന്, കാരണം ഇയാൾ ഇമ്മച്വർ ആയിട്ടിരുന്നിട്ട് ഓരോ ഓപ്ഷൻസ് കിട്ടുമ്പോഴേക്കും അതിൻ്റെ പുറകെ പോവുക, അതിനെ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതിരിക്കുക, ആ ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇരുന്നിട്ടുള്ളത്. അതും നിങ്ങളെ ഒത്തിരി അധികം ഹേർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയായിട്ട് ഗതി കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തായിരിക്കും. ഇതിപ്പം ഇടയ്ക്കൊന്ന് കിട്ടിയിട്ടുള്ളൊരു എനർജിയാണ്. മേ ബി നിങ്ങൾ ആരെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആവും. സ്പെസിഫിക് എനർജിയാണ്, സ്പെസിഫിക് മെസ്സേജാണ്. ഓക്കെ, പെട്ടെന്ന് കാണുന്നുണ്ടോ? ഓക്കെ, ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്, നൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം മേ ബി. ഇവിടെ ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റ് സിറ്റുവേഷനിൽ
ഇയാൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പ്രസൻ്റ്ലി ഇയാൾ നിങ്ങളുമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ടും കണക്റ്റഡ് ആണ്. സോ ഇമോഷണലി ആ ഒരു കണക്ഷൻ, ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ ഈ ഒരു എനർജി കണ്ടില്ലേ, ഈ ഒരു എനർജി എന്താ ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങളുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, സ്നേഹമില്ലാഴികയൊന്നുമില്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇയാളുടെ ഫാമിലിയും തേർഡ് പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫാമിലി ആണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും ഫാമിലി തന്നെ പ്രയോറിറ്റിയിലായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി. ഓക്കെ, ഇയാൾക്കറിയാം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും എന്താ ഒരു ഭാവിയില്ല, പിന്നെ വെറുതെ എന്നത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയിലുള്ള ഒരു ഇൻകംപ്ലീഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് എന്നിട്ടും ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇയാൾക്കുള്ള ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ചിലർക്കൊക്കെ ഇവിടെ മെസ്സേജ് റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോളൊക്കെ റിസീവ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇയാളുടെ മൈൻഡിൽ നന്നായിട്ട് ഇയാൾക്കുള്ള ഡിസയറാണ്, നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നിങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഇവരുടെ മനസ്സിങ്ങനെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംസാരിക്കണം എന്നാൽ മാത്രമേ മനസ്സിലൊരു പീസ് ഉണ്ടാവുള്ളൂ, ഒരു സമാധാനം ഇയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം. മേ ബി നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കും. അയാളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നിങ്ങളുടെ അടുത്തായിരിക്കും ഓടി വന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി സമാധാനിക്കുന്നതോ ആശ്വസിക്കുന്നതോ ഒക്കെ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു വ്യക്തി ഐ തിങ്ക് സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്ത് കെയർ ഫ്രീ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇവർ ചെയ്തിട്ടുള്ള അവർക്ക് മേ ബി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൽ ഈ ഒരു വ്യക്തി സോറി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അവളോട് അല്ലെങ്കിൽ അവനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് സഡൻലി എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു വ്യക്തി അതിന് ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു വ്യക്തി ശരിക്കും ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവരുടെ മനസ്സിൽ ഇയാൾക്ക് റിയലൈസേഷൻ ഉണ്ട്, ഞാൻ ഒരു ഇമ്മച്യൂർ എനർജി അല്ലെങ്കിൽ ഞാനൊരു എടുത്തിയായിട്ട് ഏതോ ഒരു മൊമെൻറ്റ്സിൽ കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണക്ഷനിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഫലം എന്തായി? പ്രസൻറ്റ് സിറ്റുവേഷനിൽ സ്റ്റിൽ എനിക്ക് ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ആ ഒരു ലേഡി എനിക്ക് വേണം, അവരില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു എനർജിയാണ്. സ്റ്റിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു സോൾമേറ്റ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ഒരു ആത്മബന്ധം ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിയാണ്. കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ലൈഫിൽ പബ്ലിക്കിൽ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇമോഷണലി ഞാൻ ഈ ഒരു ലേഡിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട്. നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ മേ ബി ഈ ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യാതിരിക്കുന്നൊരു എനർജി ആയിരിക്കാം. നിങ്ങൾ ചേസിങ് ഒക്കെ നിർത്തിയിട്ട് നോക്കോണ്ട ടൂളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ വെരി ഗുഡ്. ഈ ഒരു വ്യക്തിക്കും നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോ ഓർമ്മകളൊക്കെ നന്നായിട്ട് എന്താ പറയുക വേട്ടയാടുന്നൊരു എനർജി. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നേരെ ചൊവ്വനെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ 2 കാർഡ്സ് കണ്ടില്ലേ? ഈ ഒരു എനർജിയാണ് കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സണുള്ളത്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. പെട്ടെന്ന് നിങ്ങളങ്ങനെ ഒരു എംബ്രസായി മാറിയത് പെട്ടെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാത്തത് എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിക്കുണ്ട്. ഐ തിങ്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തൊക്കെയായാലും ഇയാളുടെ വർക്ക് എന്ന് പറയുന്നത് ഇയാളുടെ അണ്ടറിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനും കാര്യങ്ങൾക്കും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും എല്ലാവരും വരുന്നുണ്ടാവുക. ഓക്കെ, യെസ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എനിക്കിവിടെ ഒരു കാര്യം ഒരു സ്പെസിഫിക് മെസ്സേജ് ഇവിടെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ആരൊക്കെയോ ടെലിപതി മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അയാൾക്ക് ചെല്ലുന്നു. ഓക്കെ,
കണ്ടിന്യൂസ് ആയിട്ട് അത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടല്ല, നിങ്ങൾ കോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നിർബന്ധിതനാവുന്നുണ്ട്. എന്തായാലും ആർക്കുള്ള മെസ്സേജ് ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് റീഡിങ് കാണുമ്പോൾ അറിയാമായിരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് ടെലിപതി മെസ്സേജ് സെൻഡ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ആരോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ദിസ് സീ ഈ 7 of Wands കണ്ടില്ലേ, ഈ വാൺസ് പോകുന്നത് പോലെ തന്നെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇയാൾക്ക് സമാധാനം കൊടുക്കാത്ത രീതിയിൽ ആരൊക്കെയോ ടെലിപതി മെസ്സേജസ് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റിസീവ് ആവുന്നുണ്ട്. അയാൾ റിസീവ് ആവുന്നത് കൊണ്ടാണ് അയാൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നുള്ളത്. സി കണ്ടില്ലേ, വെരി ഗുഡ്, നല്ല കാര്യമാണ്. നിങ്ങൾ ചേസ് ചെയ്യുന്നതൊക്കെ അവസാനിപ്പിച്ച് ഫൈനലി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. ഇവിടെ ആരോ ഒരാളെന്നല്ല, എനിക്ക് എല്ലാവരും ഈ ഒരു എംപ്രസിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതിലാണ് ഹാപ്പിനെസ് ഉള്ളത്. സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഈ ഒരു കണക്ഷനിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ 11 ഏഞ്ചൽ നമ്പർ ഉണ്ട്. സോ ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? current feelings and please guide me divine. ഗിൽട്ട്. സി നോക്കിക്കേ, ഗിൽട്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ദേ 5 of Cups വന്നിട്ടുണ്ടായിരുന്നു, 5 of Swords വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ ഗിൽട്ടിൻ്റെ എനർജി. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് റിഗ്രഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. ശരിക്കും ഇയാൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനൊരു റിഗ്രഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. നിങ്ങൾ ജസ്റ്റിസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ദേ ഓൺ ദി വേ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാനായിട്ട് 11 അഫോം ചെയ്യാം. സി അബണ്ടൻസ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനിപ്പുറത്തെ അബണ്ടൻസ് മേജർ അർഗാനയാണ്, പോസിറ്റീവ് കാര്യമാണ്. മാസ്റ്റർ, ഓക്കെ ഗുഡ്. സി ഇവിടെ പ്രസൻ്റ്ലി ഈ ഒരു വ്യക്തിക്കൊരു ഇല്യൂഷൻ ആണുള്ളതെങ്കിലും ഫ്യൂച്ചറിൽ ഇനി മുന്നോട്ടേക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ഔട്ട്ഗോ ഉണ്ട്, ഒരു അബണ്ടൻസ് ഉണ്ട്, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. എപ്പോഴും മനുഷ്യന് തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തെറ്റുകൾ തിരുത്താനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ലവിൽ പോവുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? ഗിവ് മീ 1 കാർഡ്. വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഡോണ്ട് സ്റ്റോപ്പ്. സി ഡോണ്ട് സ്റ്റോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ഇറ്റ്, നോ നീഡ് ടു വറി. സി നോ നീഡ് ടു വറി. ഇനി എന്താ വേണ്ടേ? നോ നീഡ് ടു വറി എന്ന് ഏഞ്ചൽസ് പറഞ്ഞിട്ടുണ്ട്. സോ വറീഡ് ആവേണ്ട ആവശ്യമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ഡ്രീംസ് ആണോ, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ വേണം എന്നുള്ളൊരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. കാരണം നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ വളരെയധികം ആ ഒരു ഡ്രീംസ് ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്, അത് റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലാണെങ്കിൽ പോലും ഒരു ഹാപ്പിനെസ് ആയിരിക്കും, ഒരു അബണ്ടൻസ് ആയിരിക്കും, ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്കം ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറിപ്പോവുക. കാരണം അവരുടെ മൈൻഡ് സെറ്റ് മീൻസ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ, നിങ്ങളെപ്പോലെ ആയിരിക്കില്ല. ഇറ്റ് മീൻസ് ആ ഒരു വ്യക്തിയുടെ ചിന്ത, ഇപ്പം പലരും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പലരും നമ്മളൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് നീ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നീ ചുമ്മാ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ, അങ്ങനെ ഒരു എനർജിയിലൊക്കെ നമ്മളെ ശരിക്കും ബാക്കിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള എനർജീസിൽ നിന്ന് മാക്സിമം നിങ്ങൾ മൈൻഡ് കൊടുക്കാതിരിക്കുക, ചെവി കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നുള്ളത്, ഫോളോ യുവർ ഹേർട്ട്. നിങ്ങളുടെ ഹേർട്ട് പറയുന്ന കാര്യം നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുക. ബിലീവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ ഒരു എനർജിയിൽ നിൽക്കുക. ഇതൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഡോണ്ട് സ്റ്റോപ്പ്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ്.
സോ താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. പിന്നെ സെൽഫ് ലവിൻ്റെ എനർജീസൊക്കെ ഞാൻ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളുടെ സെൽഫ് ലവ് മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമെങ്കിൽ ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.